ബംഗളൂരുവിൽ ഓണാഘോഷത്തിനിടെ ഉണ്ടായ തർക്കത്തിനിടെ മലയാളി വിദ്യാർത്ഥിക്ക് കുത്തേറ്റ സംഭവത്തിൽ 5 പ്രതികൾ പിടിയിലായിട്ടുണ്ട്. മലയാളികളായ ആദിൽ, സുഹൈൽ, കെവിൻ, ആൽബിൻ, ശ്രീജു എന്നിവരാണ് അറസ്റ്റിലായത്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ ചെയ്യുന്നു. റഹീസ്, ഇന്നലെ ഉണ്ടായ സംഭവമാണ്. ഓണാഘോഷത്തിനിടെ അടി ബംഗളൂരിലാണെങ്കിലും പ്രതികൾ മലയാളികളാണ്. എന്താണ് സംഭവിച്ചത്? എന്തിനായിരുന്നു ഈ തല്ല്? ആദ്യഘട്ടത്തിൽ നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് കർണാടക സ്വദേശികൾ അല്ലെങ്കിൽ ബംഗളൂർ സ്വദേശികൾ തന്നെയായിരിക്കും ഈ പ്രതികളെന്നാണ്. പക്ഷേ ഇപ്പോൾ പ്രധാനപ്പെട്ട 5 പ്രതികളും മലയാളികളാണ്. ഈ പ്രതികളുടെ പേരുവിവരങ്ങൾ അടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഇന്നലെ ഈ ഓണാഘോഷം, അതായത് സോളദേവനഹല്ലി ആചാര്യ കോളേജിലെ ഓണാഘോഷ പരിപാടിക്കിടയിലായിരുന്നു ചില വിദ്യാർത്ഥികൾ തമ്മിൽ ഒരു വാക്കേറ്റം ഉണ്ടാകുന്നത്. ഡാൻസ് കളിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ചില വാക്കുതർക്കം മാത്രം എന്നുള്ള രീതിയിലാണ് ആദ്യഘട്ടത്തിൽ അത് കണ്ടത്. അങ്ങനെ ഇവർ ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഈ മലയാളി വിദ്യാർത്ഥികൾ തന്നെയായിട്ടുള്ള ആദിലും ഒപ്പം തന്നെ ആദിത്യയും, ഇവർ രണ്ടുപേരും ഈ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇവർ രണ്ടുപേരും അങ്ങനെ റൂമിലെത്തുന്നു. റൂമിലെത്തിയതിനു ശേഷം ഭക്ഷണം കഴിക്കാനായി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഒരു സംഘം ഇവരെ പിന്തുടരുന്നു. പിന്നാലെ റൂമിലേക്ക് വരുന്നു. ശേഷം ഇവർ റൂമിൽ കയറി കതകടച്ചപ്പോൾ കതക് ചവിട്ടിപ്പൊളിച്ച് അകത്തേക്ക് കടന്നാണ് ഇവർ ഈ രണ്ടുപേരെയും ആക്രമിക്കുന്നത്. ഒപ്പം തന്നെ കുത്തേറ്റിട്ടുണ്ട് ആദിത്യയ്ക്ക്. മറ്റ് സുഹൃത്തിൻ്റെ തലയ്ക്ക് നല്ല മുറിവേറ്റിട്ടുണ്ട്. മുഖത്തൊക്കെയും അടിച്ചതിൻ്റെ പാടുണ്ട്. അപ്പോൾ അങ്ങനെ അതിനുശേഷം ഇവർ ആശുപത്രിയിൽ എത്തുന്നു. പിന്നാലെ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് 5 പേർ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഈ പിടിയിലായിരിക്കുന്നത് ആദിൽ, ഒപ്പം തന്നെ സുഹൈൽ, കെവിൻ, ആൽബിൻ, ശ്രീജു എന്നിവർ. ഇങ്ങനെ 5 പേരാണ് നിലവിൽ പിടിയിലായിരിക്കുന്നത്. മാത്രമല്ല ഇവർക്കൊപ്പം ബംഗളൂരു സ്വദേശികളും ഉണ്ടായിരുന്നു ഈ ആക്രമണത്തിന്. പക്ഷേ അവരെ പോലീസ് സംരക്ഷിക്കുന്നതായിട്ടുള്ള ആക്ഷേപങ്ങളൊക്കെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. കാരണം പ്രധാനമായും മർദ്ദിച്ചത് ഈ ബംഗളൂരു സ്വദേശികളാണെന്നൊക്കെയുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ പോലീസ് പ്രധാനമായും ഇവർ 5 പേരെയാണ് പ്രതി ചേർത്തിട്ടുള്ളത്. ഈ 5 പേരെയാണ് പിടികൂടിയിട്ടുള്ളത്. എന്തായാലും വധശ്രമത്തിനടക്കം കേസെടുത്തുകൊണ്ടാണ് നിലവിൽ പോലീസ് FIR ഇട്ടിരിക്കുന്നത്, കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഓണാഘോഷത്തിന്റെ പേരിലുണ്ടായ ഒരു ഡാൻസിന്റെ സ്റ്റെപ്പിനിടയിൽ ഉണ്ടായ ചില തർക്കങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു വലിയ കത്തിക്കുത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീണ്ടത്. സുഹൈൽ, എന്തായാലും കാര്യം നിസ്സാരമാണ്, പക്ഷെ തല്ല് ഗുരുതരമാണ്. അങ്ങ് കഥ നടക്കുന്ന അങ്ങ് ബംഗളൂരിലാണെങ്കിലും തല്ല് കൊണ്ടതും തല്ലിയതും മലയാളികളാണ്. വധശ്രമത്തിനടക്കമാണ് കേസെടുത്തിരിക്കുന്നത്.